എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കാക്കാഷിയെയും മാസ്റ്ററിന്റെ പപ്പയും കാണിക്കും. അപ്പൊ പപ്പ പറയും, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ ഇത്രയും പെട്ടെന്ന് മരിച്ച് എന്റെ കൂടെ ഇതുപോലെ ഒരുമിച്ചിരിക്കുമെന്ന്. അപ്പൊ കാക്കാഷി ചോദിക്കും, നിങ്ങൾ ഗ്രാമത്തിന്റെ റൂൾസ് പോലും ബ്രേക്ക് ചെയ്ത് ഒരാളുടെ ജീവൻ രക്ഷിച്ചില്ലേ? അയാളാൽ തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ട് അവസാനം പപ്പ സൂയിസൈഡും ചെയ്തു. അന്ന് നിങ്ങള് അത് ചെയ്യാതിരിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് പപ്പ ഒരുപാട് ഉയരത്തിലിരുന്നേനെ. അത് കേട്ട് പപ്പ പറയും, നീ പറഞ്ഞത് ശരിയാണ്, അതോർത്ത് ഞാനും റിഗ്രറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ കാക്കാഷി പറയും, കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലായി പപ്പ എടുത്ത ഡിസിഷൻ അത് വളരെ നല്ലതായിരുന്നു എന്ന്. കാരണം പപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന കോമ്പണന്റിന്റെ അവന്റെ ഫീലിങ്സ്, അവന്റെ സ്ട്രഗിള് അതെല്ലാം തന്നെ പപ്പ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പപ്പ അവനെ രക്ഷിച്ചത്. ഇപ്പൊ പപ്പയെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഒരുപാട് അഭിമാനാണ്. അപ്പൊ അത് കേട്ട് ഇപ്പൊ പപ്പ ആള് ചിരിക്കും. അപ്പൊ ആ സമയത്ത് ഇപ്പൊ എന്തോ ഒരു പവർ അങ്ങനെ സാസുകെ ഹിറ്റ് ചെയ്യും. ആക്ച്വലി അത് നാഗട്ടോയുടെ പവറാണ്. അവനിപ്പോ മരിച്ചുപോയ എല്ലാ സോളിനെയും തിരികെ ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജില് മരിച്ചുപോയ എല്ലാവരുടെയും ബോഡിയിലേക്ക് ഹീലിംഗ് ജിപ്സ് പോലെ ആ ഒരു പവർ അത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പായുടെ ബോഡിയിലേക്കും ആ ഒരു ജിപ്സ് വന്ന് പതിയെ എഴുന്നേക്കാൻ തുടങ്ങും. അത് കണ്ട് മായുടെ ഫ്യൂസ് പോയി. നോ എന്ന് പറഞ്ഞ് പേടിച്ച് വരച്ച് അവിടുന്ന് ട്രൗസറും പൊക്കി ഓടും. ഇവിടെ സാക്കുറയും ടീമും ആ കാഴ്ച കണ്ട് ഷോക്കാവും. മരിച്ചുപോയ എല്ലാവരും ഇപ്പൊ തിരികെ വരാണ്. ഷിക്കമരുനാണെങ്കില് അവൻ എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവില്ല. അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ കൊനാമാരു അവൻ മരിച്ചുപോയ ABC സെൻസായെ ഇപ്പൊ കൈക്ക് പിടിച്ച് താങ്ങിക്കൊണ്ടുവരും. ABC സെൻസായി പറയും, എന്താ നടക്കണമെന്ന് മനസ്സിലാവുന്നില്ല. മരിച്ചുപോയ എല്ലാവരും ഇപ്പൊ ജീവനോടുകൂടെ തിരികെ വരാണ്. കട്ട് ചെയ്ത കുട്ടപ്പൻ അവനൊന്നും മനസ്സിലാവാതെ വണ്ടറടിച്ച് ഷോക്കായിട്ട് ഇപ്പൊ നാഗുട്ടയെ നോക്കി നിൽക്കും. നാഗുട്ട ഫുൾ പവർ എടുത്ത് അവന്റെ ബോഡിക്ക് ഒരുപാട് സ്ട്രെസ് കൊടുക്കാണ്. അപ്പൊ കക്ഷുകി അവൾ പുറത്തേക്ക് വന്നിട്ട് ഇപ്പൊ കുട്ടപ്പനോട് പറയും, നാഗുട്ടോ അവൻ കൊന്നുകളഞ്ഞ എല്ലാവർക്കും ഇപ്പൊ ജീവൻ അത് തിരികെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതേസമയം നാഗട്ടോ അവൻ വീണ്ടും അവന്റെ ചക്ര പവർ അത് ഫുൾ സ്പീഡിൽ എടുക്കുമ്പോ അവന്റെ മുടി പോലും ഇപ്പൊ പതിയെ നരച്ചു വരാൻ തുടങ്ങും. കട്ട് ചെയ്താ അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് മാമൻ പറയും, ഇനി ഇവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം അത് മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നു പറഞ്ഞ് മാമൻ അവരുടെ കൂടെ നിന്ന കാര്യം ഇപ്പൊ നാഗട്ടോ ആലോചിക്കും. കട്ട് ചെയ്താ ഇപ്പൊ നാഗട്ടോ അവൻ കുട്ടപ്പനോട് പറയും, ദയവേത് എന്നോട് ക്ഷമിക്കണം, എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ എടുത്ത ജീവൻ അതെല്ലാവർക്കും ഇപ്പൊ തിരികെ കൊടുത്തു എന്ന് പറയും. ഇവിടെ കാക്കാഷിക്കാണെങ്കില് അവൻ എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവില്ല. അപ്പൊ പപ്പ പറയും, നിനക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങള് ചെയ്തു തീർക്കാനുണ്ട്. തിരികെ പോവാൻ നിനക്ക് സമയമായി. എന്നോട് നീ ക്ഷമിച്ചതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പപ്പ കാക്കാഷി നോക്കി പറയും. കട്ട് ചെയ്ത ലീഫ് വില്ലേജില് ഇപ്പൊ കാക്കാഷി മാസ്റ്ററിന്റെ ജീവൻ തിരികെ കിട്ടി ഇപ്പൊ പതിയെ എഴുന്നേൽക്കും. അത് കണ്ട് ചോദിച്ച് അവൻ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇപ്പൊ പപ്പയോട് പറയും, കാക്കാഷി മാസ്റ്റർ കണ്ണു തുറന്നു. അവരത് കണ്ട് ഇപ്പൊ ചിരിക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത നാഗട്ടോ അവൻ പറയും, ഞാൻ എൻ്റെ ലൈഫില് ഒരുപാട് തെറ്റുകൾ ചെയ്തു. ആക്ച്വലി നീയാണ് എന്നെ തിരുത്തി നേർവഴിയിലേക്ക് കൊണ്ടുവന്നത്. ഒരിക്കലും വാറിലൂടെ ഈ ലോകത്തിന് സമാധാനം അത് ലഭിക്കില്ല. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത് ഒരുപാട് പേരുടെ ജീവൻ എടുത്തു. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അവൻ അവസാനമായിട്ട് ഇപ്പൊ നറൂട്ടോട് പറയും, ഞാൻ നിന്നെ ഇപ്പൊ ഒരുപാട് വിശ്വസിക്കുകയാണ്. എന്റെയും യായിക്കോയുടെയും മാസ്റ്ററിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ലോകത്തില് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നത്. ഇനി നിന്നെ കൊണ്ട് മാത്രമേ അതിന് കഴിയൂന്ന് പറഞ്ഞ് അവനിപ്പോ പതിയെ അവിടെ മരിച്ചു വീഴാണ്. ഉടനെ കോനോൻ അവള് ക്രിയേറ്റ് ചെയ്ത മരം അത് നശിപ്പിച്ച് അവളുടെ പേപ്പർ ഉപയോഗിച്ച് ഇപ്പൊ നാഗട്ടോയെയും യായിക്കോയെയും കവർ ചെയ്ത് അവൾ അവിടുന്ന് കൊണ്ടുപോകും. കോനോൻ പറയും, ഞാനിനി അക്കാസ്കി മെമ്പേഴ്സിലില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ നാഗട്ടോയെയും യായിക്കോയെയും ആണ്. അവർ രണ്ടുപേരും ഇപ്പൊ എനിക്ക് നഷ്ടപ്പെട്ടു. അവരുടെ ലക്ഷ്യം അതിപ്പോ നിന്നെയാണ് അവരേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ നിന്നെ വിശ്വസിച്ച് നിന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിന് കുട്ടപ്പൻ അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ മാമനെയും നാഗട്ടോയെയും അവൻ ആലോചിക്കും. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയും, ഞാൻ ഒരു കാരണവശാലും എന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഗിവപ്പ് ചെയ്യില്ല. കോനോൻ മെല്ലെ കടലാസ് കൊണ്ട് ഒരു ബൊക്കെ ഉണ്ടാക്കി കുട്ടപ്പന്റെ കയ്യിൽ കൊടുക്കും. അവൻ ആ ബൊക്കെ അത് മാമന്റെ കല്ലറയിൽ വെച്ച് അവിടുന്ന് പൊട്ടിക്കരയും. ഓൾറെഡി അവനവന്റെ എനർജി അത് ഒരുപാട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പൊ തളർന്ന്
താഴേക്ക് വീഴാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് കാക്കാഷി മാസ്റ്റർ ആൾ അവിടേക്ക് വന്ന് കുട്ടപ്പനെയും തൂക്കിയെടുത്ത് അവിടുന്ന് ഗ്രാമത്തിലേക്ക് പോവും. കാക്കാഷി മാസ്റ്റർ കാണുമ്പോ തന്നെ ഇപ്പൊ കുട്ടപ്പന് ഒരുപാട് സന്തോഷാവും. കട്ട് ചെയ്ത ഇപ്പൊ കുട്ടപ്പനും കാക്കാഷി മാസ്റ്ററും അവർ രണ്ടുപേരും ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ ആ ഗ്രാമം മുഴുവൻ ഇപ്പൊ കുട്ടപ്പന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവര് കുട്ടപ്പന്റെ പേര് വിളിച്ച് ഇപ്പൊ ആർപ്പ് വിളിക്കും. കുഞ്ഞുങ്ങള് അവരോടി വന്ന് ഇപ്പൊ കുട്ടപ്പന് വട്ടമിട്ട് ഓടി അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കും. ഒരു കാലത്ത് അവൻ മോൺസ്റ്റർ ആണെന്ന് പറഞ്ഞ് അവൻ അകറ്റി നിർത്തിയവരെല്ലാവരും ഇപ്പൊ അവന്റെ പേര് വിളിച്ച് അവന്റെ ചുറ്റും ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പൊ കട്സുകി അവള് പതിയെ പുറത്തേക്ക് വരും. അവള് കുട്ടപ്പനോട് പറയും, ഈ ഗ്രാമത്തിന് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഗ്രാമം മുഴുവൻ ഇപ്പൊ അറിയിച്ചിരിക്കുകയാണ്. നിന്റെ വാല്യൂ അതെല്ലാവരും തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോ സാക്കുറ അവൾ ഓടി വന്ന് കുട്ടപ്പനിട്ടൊരു ഒറ്റ ഇടി. നീ മിണ്ടിപ്പോവരുത്, എല്ലാ റിസ്ക്കും ഒറ്റയ്ക്ക് നീ ഏറ്റെടുത്തല്ലേ, ഞങ്ങൾക്ക് ഒരിക്കലും നീ നഷ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് സാക്കുറ അവള് കുട്ടപ്പനെ കെട്ടിപ്പിടിച്ച് ഇപ്പൊ പൊട്ടിക്കരയാണ്. അപ്പൊ ഷിക്കമരു പറയും, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നീ ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു പ്രശ്നം അത് സോൾവ് ചെയ്തെന്ന്. അപ്പൊ കൊനഹമാര് പറയും, ഇറുക്ക സെൻസായി നമുക്ക് കുട്ടപ്പന് വേണ്ട എല്ലാ ട്രീറ്റ്മെന്റും അസിസ്റ്റൻസും ഉടനെ കൊടുക്കണം. അപ്പൊ ABC സെൻസായി അവൻ കുട്ടപ്പനെ കുറിച്ച് പറയും, ചെറുപ്പത്തിൽ എല്ലാവരും നറൂട്ടോയെ ഈ ഗ്രാമത്തിൽ നിന്ന് ആട്ടി ഓടിച്ചു, അവനെ ആരും തന്നെ കൂടെ കൂട്ടിയില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഗ്രാമം അതിപ്പോ നറൂട്ടോ മാത്രമാണ് നമുക്ക് തിരികെ മേടിച്ചു തന്നത്. പിന്നീട് എല്ലാവരും കുട്ടപ്പൻ അവൻ പണ്ട് ചെയ്ത ഓരോരോ കാര്യങ്ങളായിട്ട് ആലോചിക്കാൻ തുടങ്ങും. ഒരുപാട് മിഷൻസ് കുട്ടപ്പന്റെ കഴിവ് കൊണ്ട് അവൻ ജയിച്ചിട്ടുണ്ട്. തന്റെ ഗ്രാമത്തിനെയും കൂടെ നിൽക്കുന്നവരെയും അവന്റെ ജീവൻ കൊടുത്തുപോലും അവൻ പ്രൊട്ടക്ട് ചെയ്തു. കുട്ടപ്പന്റെ ഓരോ കഴിവുകളും അവന്റെ അച്ചീവ്മെന്റ്സും അത് വെറും ലക്ക് മാത്രമായിട്ടാണ് ലീഫ് വില്ലേജിലെ ജനങ്ങള് അന്നുവരെ കണ്ടത്. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ ഗാറയെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചതും അവനുമായിട്ട് പിന്നീട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അത് ക്രിയേറ്റ് ചെയ്തത് അവസാനമായിട്ട് അവന്റെ ജീവൻ പോലും രക്ഷിച്ച് അവനെ തിരികെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഗ്രാമത്തിലുള്ള എല്ലാവരും ആലോചിക്കാൻ തുടങ്ങും. അതിനുശേഷം കുട്ടപ്പൻ സാസുകയായിട്ട് ഫൈറ്റ് ചെയ്തത് കാണിക്കും. പിന്നീട് അക്കാസ്കി മെമ്പേഴ്സ് അവര് ഗ്രാമത്തിലേക്ക് എത്തി. കുട്ടപ്പനാണ് അവന്റെ ലക്ഷ്യം അറിഞ്ഞിട്ടും അവന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. ഗാറയെ പോലും അവരുടെ കയ്യിൽ നിന്ന് കുട്ടപ്പൻ രക്ഷിച്ചു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ജിറയ്യ മാമനും അക്കാസ്കി മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റില് മരണപ്പെട്ടു. കട്ട് ചെയ്ത ഇപ്പൊ ABC സെൻസായി ആള് കുട്ടപ്പനെ നോക്കി പറയും, കുട്ടപ്പന് അവനൊരു പ്രത്യേക പവറുണ്ട്, അവന് സംസാരിച്ച് എല്ലാവരുടെയും മനസ്സ് അത് വളരെ വേഗത്തിൽ മാറ്റാൻ കഴിയും. അപ്പൊ ഇറൂക്ക സെൻസായി ആളിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ തേർഡ് ഹോക്കാകെ ഇറൂക്കയോട് പറയും, കുട്ടപ്പനും ഏറെക്കുറെ നിന്നെപ്പോലെ തന്നെയാണ്, അവനും അച്ഛനും അമ്മയും സഹോദരങ്ങളും അങ്ങനെ ആരുമില്ല. മാത്രമല്ല അവന്റെ ബോഡിയില് ആ ഒരു 9 ടൈൽ അതിനെ സീൽ ചെയ്ത് വെച്ചോണ്ട് തന്നെ അവനെ ഇപ്പൊ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്താണ്. നീ വേണം അവന്റെ മാസ്റ്ററായി നിന്ന് അവന് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ. എനിക്ക് കുട്ടപ്പനിൽ വിശ്വാസമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും അവൻ ഈ ലീഫ് വില്ലേജിന്റെ തന്നെ രക്ഷകനായി തീരും. ഇറൂക്ക സെൻസായി അതെല്ലാം ഓർത്ത് ഇപ്പൊ കരയാണ്. ഇവിടെ കുട്ടപ്പനെ ജനങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ഇപ്പൊ മുകളിലേക്ക് എടുത്തെറിയും. അത് കണ്ട് സന്തോഷത്തില് കുട്ടപ്പൻ അവൻ പൊട്ടിച്ചിരിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.